मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കിറ്റി, ഇന്ന് ഞാൻ നിന്നെ ഔട്ടാക്കും. ചിലർക്ക് സംസാരം മാത്രമേ ഉണ്ടാകൂ, കാര്യത്തിലൊന്നും നടക്കില്ല. സംശയമുണ്ടോ? കിറ്റി ഔട്ട് ചെയ്യാനുള്ള നിന്റെ സ്വപ്നം എന്നും സ്വപ്നമായി തന്നെ ഇരിക്കും. ഇന്ന് തീർച്ചയായും ഞാൻ നിന്നെ ഔട്ടാക്കിയിരിക്കും കിറ്റി. Silence! Okay, camera rolling. ഷൂട്ടിംഗ്. മാഡം, നിങ്ങൾ ബൈക്കിൽ നിന്ന് ജമ്പ് ചെയ്ത് ബൈക്കിൽ ഗുണ്ടകളെ ചേസ് ചെയ്യുന്നു. ആക്ഷൻ പറഞ്ഞ ഉടൻ. താനെന്താ കഴുതയാണോ? കണ്ടാലെങ്ങനെ പറയൂ, ഞാൻ പക്ഷെ ഹീറോയിനാണ്. ഈ ഷോട്ട് ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറയേ. മാഡം, പടം മുഴുവനും ഡ്യൂപ്പിട്ട് ചെയ്യാൻ പറ്റില്ല മാഡം. ആക്ഷൻ പറയുമ്പോ. എടോ, ഞാൻ ചാടുമ്പോഴെങ്ങാനും താഴെ വന്ന് വീണാലോ? പൂച്ചയായിരുന്നിട്ടും ചാടാൻ വേണ്ടി പേടിക്കാണോ? ഞങ്ങളുടെ കിറ്റിയെ കണ്ട് നീ പഠിക്കേ. എത്ര ഉയർത്തിന്ന് വേണേലും ചാടും. മിണ്ടാതിരിക്കേ. ഇൻസൾട്ട്? സൂപ്പർ ഹീറോയിൻ ഡോണെ ഇൻസൾട്ട് ചെയ്യുന്നു. ആരാണ് കിറ്റി? പറ്റുമെങ്കിൽ അവളുടെ അടുത്ത് ഈ ബൈക്ക് ഒന്ന് ഓടിക്കാൻ പറയേ. ഇതാണ് കിറ്റി. ഇവളാണോ? ഇവളെ കണ്ടാ തോന്നും ഇവളെ കൊണ്ടൊരു ചേറിന്ന് പോലും എടുത്ത് ചാടാൻ പറ്റില്ലെന്ന്. അതെയോ? എങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇവക്ക് ഡ്യൂപ്പിന്റെ പണി കൊടുത്തേക്ക്. ഞാൻ കഴുത തന്നെയാ, പക്ഷെ അത്രയ്ക്ക് വലിയ കഴുതിയൊന്നുമല്ല. ആക്ഷൻ പറയുമ്പോ. ഇന്നു മുതൽ ഇതാണ് എന്റെ ഫിലിമിന്റെ ഹീറോയിൻ. അപ്പോൾ ഞാൻ നിനക്ക് പാക്കപ്പ്. ആക്ഷൻ പറയുമ്പോ. കൺഗ്രാറ്റുലേഷൻ കിറ്റി, നീ ഹീറോയിനായി. ആശംസകൾ. താങ്ക്സ്. നാളെ നമുക്ക് ഫൈറ്റ് സീനിലൂടെ ഷൂട്ടിംഗ് ആരംഭിക്കാം. 9 മണിക്ക് ഷൂട്ടിങ്ങിന് എത്തണം. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. 9 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ആക്ഷൻ പറയണോ, അതോ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നതിന് ശേഷം ആക്ഷൻ പറഞ്ഞാൽ മതിയോ? ആക്ഷൻ ഞാൻ പറഞ്ഞോളാം. ആക്ഷൻ പറഞ്ഞുകൊണ്ട് കിറ്റി കൃത്യം 9 മണിക്ക് ബംഗ്ലാവിൽ എത്തിയിരിക്കണം. സിനിമ കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങിപ്പോയി. നമ്മുടെ കിറ്റി ഇതാ ഷൂട്ടിങ്ങിന് തയ്യാറായി. അടികൈ. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. ആക്ഷൻ. സോഫിയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ കലക്ക് കിറ്റി. ആക്ഷൻ പറഞ്ഞുകൊണ്ട്. എന്നാൽ കിറ്റി ആക്ഷൻ പറഞ്ഞതേ ഇല്ലല്ലോ. ഇവന്മാരെ ആദ്യം ഇവിടുന്ന് പുറത്താക്ക. അതായിരിക്കുന്ന കിറ്റി. അതാ കിറ്റി. കിറ്റി ഷോട്ട് റെഡി. ഞാൻ എത്തിപ്പോയി.
ഹായ് കിറ്റി. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണേ. പിന്നെ കാണാം. ബൈ. സോഫിയയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കലക്കി കിറ്റി ആയിരിക്കും ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ. ആക്ഷൻ പറഞ്ഞുകൊണ്ട് നിൽക്ക് നിൽക്ക്, കരടി വളരെ വലുതാണ്. നിൽക്ക്. അതെ, കട്ട് കട്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് കരടിയാണ്. ആരാണ് ഈ കഴുത? അവനെ പിടിച്ച് പുറത്താക്ക. നമ്മൾ ഇത്ര അപമാനിച്ചിട്ടും കണ്ടോ കിറ്റി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവളിപ്പോൾ ഹീറോയിനായി കഴിഞ്ഞു. സംശയമുണ്ടോ? വീണ്ടും നമുക്ക് തുടങ്ങാം. ആക്ഷൻ പറഞ്ഞുകൊണ്ട് മനുഷ്യനായാലും മൃഗമായാലും തെറ്റ് കണ്ടു കഴിഞ്ഞ പിന്നെ സോഫിയയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഫിലിം സൂപ്പർ ഹിറ്റ് ആണ്. ആക്ഷൻ പറഞ്ഞുകൊണ്ട് മിസ് കാട്കർ, നിങ്ങൾ എവിടെയാ? എല്ലാം അടിപൊളിയായി. കിറ്റിയുടെ പടം സൂപ്പർ ഹിറ്റായി. അടികൈ. കൺഗ്രാറ്റുലേഷൻസ് കന്ന സർ. കൺഗ്രാറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കിറ്റിയെയാണ്. പക്ഷെ അവളുടെ പക്കൽ ടൈമില്ലല്ലോ. അവളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇന്ന് ഫിലിം ഹിറ്റായതിന്റെ പാർട്ടി തരാൻ പോവുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനാ വന്നത്. ഫിലിം ഹിറ്റാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കഴുതയാണ്. കിറ്റിയെ ഹീറോയിനാക്കി നിങ്ങൾ ഇന്നൊരു ഹീറോ ആയി. അടികൈ. കിറ്റി പോയി നമുക്ക് ഉടനെ അഭിനന്ദിക്കാം. വേഗം വരൂ. Hey Kitty, do you want me to dance? Sure. നമുക്ക് കിറ്റിയെ കാണാൻ പോലും കഴിയുന്നില്ല. Hey, 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 hey. കിറ്റി, പ്രൊഡ്യൂസർ പുതിയ സിനിമ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വേഗം വരൂ. ആക്ഷൻ പറഞ്ഞുകൊണ്ട് കണ്ണിലെഴുതാൻ വേണം കൺമഷി. കിറ്റി ഇന്ന് ഭയങ്കര ബിസി. അടികൈ. കിറ്റി ബിസി അല്ല, ഇപ്പോൾ വലിയ സ്റ്റാർ ആണ്. സംശയമുണ്ടോ? കൂട്ടുകാരോട് സംസാരിക്കാൻ പോലും അവൾക്ക് സമയമില്ല. നമുക്ക് എന്തായാലും പോയി കിറ്റിക്ക് ആശംസ പറഞ്ഞേക്കാം. ഈ ബൊക്കയും നമ്മളുടെ അടുത്ത പടത്തിന്റെ പേരാണ് കോൾ ഫോർ ഡ്യൂട്ടി. ഈ പടത്തിൽ നമ്മളുടെ ഹീറോയിൻ കിറ്റിയാണ്. രാത്രിയായാൽ വീട് മുഴുവൻ കൊതുകാണ്. കിറ്റിയോട് എല്ലാ സുഹൃത്തുക്കൾക്കും ദേഷ്യമാണ്. അടികൈ. കിറ്റി ഇല്ലാതെ ഒരു രസവും തോന്നുന്നില്ല. അവളെ മറന്നേക്ക്. അവള് വലിയ സ്റ്റാർ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തേക്ക് വരികയില്ല. സംശയമുണ്ടോ? വരുന്നുണ്ട്. കിറ്റി അത് നമ്മെ തേടി വരുന്നു. എപ്പോഴാ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ്? അടുത്ത ആഴ്ച. അതൊക്കെ പോട്ടെ, നാളെ പാർട്ടിക്ക് വരുന്നില്ലേ? എന്ത് ചെയ്യാനാ, നിന്റെ അടുത്താണെങ്കിൽ ഒട്ടും സമയമില്ലല്ലോ. ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ സമയം ഉണ്ടാവില്ല. സംശയമുണ്ടോ? കൂട്ടുകാർ ബിസി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കൂട്ടുകാരായിരിക്കാൻ കഴിയില്ലേ? നാളെ നിങ്ങളും ബിസി ആയി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ മറക്കോ? നാളെ ഞങ്ങൾ എവിടുന്ന് ബിസി ആവാനാ? കാരണം നാളെ സൺഡേ അല്ലേ. നാളെന്ന് വെച്ച നാളെയല്ല, വരും കാലങ്ങളാടാ കഴുതേ. കഴുത ഇവനല്ല, കഴുത നിങ്ങൾ എല്ലാവരുമാണ്. ഞാൻ എത്ര വലിയ സ്റ്റാർ ആയി മാറിയാലും ഞാൻ ഇന്നും നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും. ഞങ്ങൾ കരുതിയത് നീ ഞങ്ങളെ മറന്നു എന്നാണ്. ഞാൻ മറക്കില്ല. പിന്നെ അതിനുള്ള മറുപടി ഇതാണ്. ടണ്ടടാ. അല്ല, എന്താ ഇത്? സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ടിക്കറ്റ്. എന്റെ അടുത്ത പടം സ്വിറ്റ്സർലാൻഡിലാണ് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത്. ഞാൻ സൈൻ ചെയ്തപ്പോ തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് എന്റെ 4 കൂട്ടുകാരും വരുമെന്ന് പറഞ്ഞു. ആരാ 4 പേര്? നമ്മൾ 4 പേരാണ് കഴുതേ. നമ്മൾ 4 പേരും കഴുതയോ? ഇതുവരെ ഞാൻ മാത്രമായിരുന്നു കഴുത.
അതേടാ നമ്മൾ 4 പേരും കഴുത തന്നെയാ. കാരണം നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരിക്കലും വലിയ ഫ്രണ്ട്ഷിപ്പ് മാറുകയില്ല. സംശയമുണ്ടോ? കിറ്റി ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നേക്ക്. ഇല്ല, എന്നാലൊരു കാര്യം ചെയ്യണം. ഏത്? നമ്മൾ കളിച്ചിട്ട് ഒരുപാട് ദിവസമായി. ഓടിപ്പിടിക്കുന്ന കളിയിൽ എന്നെ നിങ്ങൾ ഔട്ട് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും നിന്നെ ഔട്ടാക്കിയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ശരി, കൂട്ടുകാരെന്നും കൂട്ടുകാർ തന്നെയാണ്. സംശയമുണ്ടോ?